നമസ്കാരം. ഈക്കോസ് ഓഫ് നിലയിലേക്ക് ഏവർക്കും സ്വാഗതം. മിഴിനില എഴുതിയ കഥ പത്മ. അധ്യായം 1. വെള്ളിനാരുകൾ പാകിത്തുടങ്ങിയ തലയിലൂടെ ചുവപ്പും കറുപ്പും കലർന്ന ആ കോട്ടൺ സാരിയുടെ തലപ്പ് ഒരിക്കൽ കൂടി വലിച്ചിട്ട് അതിൻ്റെ ഒരു വശം കൊണ്ട് മുഖത്തെ വിയർപ്പൊപ്പി ഘട്ടിലേക്കുള്ള വഴിയെ നടക്കുമ്പോൾ അവൾ ചുറ്റുമുള്ളതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാൻ പോയില്ല. പോവുക, ലക്ഷ്യം നിറവേറ്റുക, മടങ്ങുക എന്നത് മാത്രമായിരുന്നു അപ്പോൾ അവളുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ചുറ്റുപാടു നിന്നും കേൾക്കുന്ന ആളുകളുടെ സംസാരം പോലും അവൾക്ക് ആ സമയം അരോചകമായി തോന്നി. നേരം പുലർന്ന് ഇത്രയുമേ ആയിട്ടുള്ളൂവെങ്കിലും അന്തരീക്ഷം ആകെ ശബ്ദമുഖരിതമാണ്. എവിടെ നിന്നൊക്കെയോ കേൾക്കുന്ന ശംഖനാദങ്ങൾ, മണിയൊച്ചകൾ, കാറ്റിൽ ഭ്രാന്തമായി അലഞ്ഞു നടക്കുന്ന എന്തിൻ്റെയൊക്കെയോ സമ്മിശ്രഗന്ധം, ഇവയെല്ലാം കൂടി താനേതോ ദുസ്വപ്നത്തിലാണെന്ന് അവൾക്ക് തോന്നി. ആളുകളുടെ ഇടയിലൂടെ ആ ഇടുങ്ങിയ വഴിയെ നടന്ന് ഗംഗയിലേക്കുള്ള പടവുകൾ ഇറങ്ങവേ അവളുടെ മിഴികൾ അവിടം ആകെയും പാഞ്ഞു നടന്നു. തോളിൽ കിടന്നിരുന്ന കറുപ്പ് നിറത്തിലെ തോൾ സഞ്ചിയുടെ ഒരറയിൽ ആ കലശം ഭദ്രമായി തന്നെ ഇല്ലേ എന്ന് കൈകൊണ്ട് തഴുകി ഉറപ്പിച്ച് അവൾ ആ പടവുകൾക്ക് താഴെയായിരുന്നിരുന്ന കർമ്മിയെ ലക്ഷ്യമാക്കി ചുവടുകൾ വെച്ചു. അയാളെപ്പോലെ നിരവധി പേർ അവിടെയും ഇവിടെയുമായി പൂജാദ്രവ്യങ്ങളുമായി നിരന്നിരിപ്പുണ്ടായിരുന്നു. തൻ്റെ മിഴികളിൽ ആദ്യം പതിഞ്ഞ് കർമ്മിയുടെ അടുത്ത് ചെന്ന് നിന്ന് അയാളോട് തൻ്റെ ആവശ്യം പറയുമ്പോൾ അസ്ഥി വിസർജൻ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അയാൾ ആരംഭിക്കുന്നത് ഒട്ടൊരു കൗതുകത്തോടെ അവൾ നോക്കി നിന്നു. ഗംഗയിൽ മുങ്ങി വരൂ. അയാളുടെ ഭാഷയിൽ അയാൾ പറഞ്ഞത് മനസ്സിലായതും തോൾ സഞ്ചി ഊരി അയാൾക്കരികിൽ വെച്ച് അതിൽ നിന്നും ഒരു വെളുത്ത ഒറ്റമുണ്ടെടുത്ത് സാരിക്ക് മുകളിലൂടെ അരയിൽ മുറുക്കിയെടുത്ത് അവൾ ഗംഗയിലേക്കുള്ള പടവുകളിറങ്ങി. ഒരു നിമിഷം ഗംഗയിലെ ഓളങ്ങളിലേക്ക് നോക്കി നിന്നതും പതിയെ തൻ്റെ വലം കാലിലെ പെരുവിരൽ കൊണ്ട് ആ വെള്ളത്തിലൊന്ന് സ്പർശിച്ചു. അവിടെ നിന്നും ദേഹമാകെ പടർന്നു കയറിയ തണുപ്പിൽ അവളൊന്ന് കണ്ണടച്ചു. "പാമി!" പ്രാണനായവൻ്റെ വിളി അവളുടെ കർണപുടങ്ങളിൽ മുഴങ്ങിക്കേട്ടതുപോൽ അവൾ മിഴികൾ വലിച്ചു തുറന്നിരുന്നു. നടക്കില്ലെന്നറിഞ്ഞിട്ടും വെറുതെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അവൾ. ഇല്ല, അങ്ങനെ ആരും തന്നെ യഥാർത്ഥത്തിൽ ഈ നിമിഷം വിളിച്ചിട്ടില്ല. അങ്ങനൊരു വിളി കേട്ടുവെങ്കിൽ അത് തൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് എന്ന തിരിച്ചറിവിൽ ഒരു നിശ്വാസത്തോടെ അവൾ ഗംഗയിലേക്ക് തൻ്റെ ശരീരത്തെ ആഴ്ത്തി. നിമിഷങ്ങൾക്കകം ഉയർന്നു പൊങ്ങിയവളുടെ മുഖത്തു നിന്നും താഴേക്ക് ചാലു തീർത്തൊഴുകിയ ജലകണങ്ങൾക്കൊപ്പം കണ്ണുനീർ കുത്തുകളും കൂട്ടിനെത്തിയിരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ അവളതിനെ പുറം കൈകൊണ്ട് അമർത്തി തുടച്ചു കളഞ്ഞു. ആ കർമ്മിക്ക് മുൻപിൽ അയാൾ ചൊല്ലിത്തന്ന മന്ത്രങ്ങൾ ഏറ്റുചൊല്ലി അയാൾ പറഞ്ഞതിന് പ്രകാരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഒരുവൻ്റെ മുഖമായിരുന്നു. നുണക്കുഴിച്ചിരിയോടെ പാമി എന്ന് വിളിച്ച് തനിക്കരികിലേക്ക് നടന്നൊരുവൻ്റെ, തൻ്റെ ജിതേന്ദ്രൻ്റെ, പാമിയുടെ മാത്രം ജിതൻ്റെ. ജീവിച്ച് കൊതി തീരും മുൻപേ തന്നെ തനിച്ചാക്കി വേറൊരു ലോകത്തേക്ക് പോയവന് മോക്ഷം നൽകാൻ അയാളുടെ പാമിക്ക് ഇത്രയുമേ ചെയ്യാൻ കഴിയൂ. എപ്പോഴോ ഒരിക്കൽ അയാൾ തന്നോട് പറഞ്ഞൊരാഗ്രഹം, അത് താനിന്ന് പൂർണ്ണ സംതൃപ്തിയോടെ നടത്തുന്നു. "ഞാൻ മരിച്ചാൽ എൻ്റെ ചിതാഭസ്മം നീ ഗംഗയിൽ ഒഴുക്കിയേക്കണേടി പെണ്ണെ." ഒരിക്കൽ കളിയായെങ്കിലും തന്നോട് പറഞ്ഞ ആ വാക്കുകൾ ചെവിയിൽ മുഴങ്ങുന്നു. തോന്നലാണ്, വെറും തോന്നൽ, മനസ്സിൻ്റെ മായാജാലം. അടുത്ത ഭാഗം നാളെ.